ശ്രീ ഹരിദാസ്, ഈ ഒരു ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു CBI അന്വേഷണം ആവശ്യമില്ല എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. ഒപ്പം തന്നെ കുടുംബം ഉന്നയിച്ച നിരവധി ആക്ഷേപങ്ങളുണ്ട്. അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേക അന്വേഷണ സംഘം DIG കണ്ണൂർ DIG നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണം എന്നും കോടതി പറയുന്നുണ്ട്. CBI അന്വേഷണം ഇല്ലെങ്കിൽ പോലും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമാണ് കോടതി വിധി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, അവിടുത്തെ സാഹചര്യ തെളിവുകൾ വെച്ചാൽ ഇതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഈ ആരോപണ വിധേയരായ ആളുകൾക്ക് സ്വാധീനമുള്ള ഒരു കോളേജാണെന്നും അവിടെ ചെയ്തു കഴിഞ്ഞാൽ അവർ സ്വാധീനത്തിന് വിധേയരാകുമെന്നും അതുകൊണ്ട് ഇത് തേച്ചുമാറ്റി കളയാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഈ സംശയം ഉന്നയിച്ചതാണ്. കുടുംബാംഗങ്ങളെ ആ സംശയം ആ സമയത്ത് പിന്നീട് പറയുകയുണ്ടായതും അതിന്റെ സംശയത്തിന്റെ ഭാഗമായിട്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ്. ധൃതി പിടിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, ധൃതി പിടിച്ച് അടക്കം ചെയ്യുന്നു, അതുപോലെ തന്നെ അവരെ കാണാൻ അനുവദിക്കുന്നില്ല, വാശി പിടിച്ച് ഇത് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം എന്നൊരു വാശി, ഇത് പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോകണമെന്നൊരു വാശി കളക്ടർക്കും മറ്റുള്ള ആളുകൾക്കും ഉണ്ടായത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ, സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിനോട് തീരാത്ത പകയുണ്ട്. ആ പകയുടെ ഭാഗമായി അദ്ദേഹത്തെ അപായപ്പെടുത്തിയതാണോ എന്ന് പോലും സംശയമുണ്ട്. അവിടെയാണ് ഈ ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. ഏത് പോലീസ് അന്വേഷിച്ചതിന് കണ്ടെത്താനാണ് ഹൈക്കോടതി പറയുന്നത് എനിക്കറിയില്ല. കാരണം ഈ പോലീസിന്റെ അന്വേഷണം നിഷ്പക്ഷമാവുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ കോടതിയുടെ നിയന്ത്രണത്തിൽ വരട്ടെ, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തട്ടെ. എന്തൊരു അന്വേഷണമാണ് ഈ അന്വേഷണം? പ്രഹസനമാണ് ഈ അന്വേഷണം. പ്രഹസനമാണെന്ന് യാതൊരു സംശയവും വേണ്ട. കാരണം പ്രതികളെ സംരക്ഷിക്കാനാണ് ഇപ്പോൾ എല്ലാ ശ്രമവും നടക്കുന്നത്. ആരോപണ വിധേയനായിട്ടുള്ള ദിവ്യ തന്നെ ഇപ്പോൾ PP ദിവ്യ തന്നെ എല്ലായിടത്തിലും വരാൻ തുടങ്ങി, എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ തുടങ്ങി. മാർക്സിസ്റ്റ് പാർട്ടി വലിയ തരം താഴ്ത്തി ഇങ്ങനെയുള്ള നടപടികൾ എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നേതാക്കന്മാരുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ഇന്നും പാർട്ടിയുടെ അംഗം തന്നെയാണ്, പാർട്ടി പരിപാടി പങ്കെടുക്കുന്നുണ്ട്, എല്ലാ ഫംഗ്ഷനുകളും പോകുന്നുണ്ട്. അവിടെയൊക്കെ ഇവരുടെ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ചിട്ട്, പാർട്ടിയിലുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ട് ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പോലീസ് അന്വേഷണം കൊണ്ട് യാതൊരുവിധ കണ്ടെത്താനും സാധിക്കില്ല. നാളെ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കേസ് കേവലം ഒരു ആത്മഹത്യയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ പ്രതികളും രക്ഷപ്പെടും. ദിവ്യ അടക്കമുള്ള എല്ലാ പ്രതികളും പറഞ്ഞതൊക്കെ വിഴുങ്ങി ഇവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് കൂച്ചുവിലങ്ങട്ട പോലീസ് ചെയ്യുക. കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് CPM കൂച്ചുവിലങ്ങട്ട പോലീസാണ്. അതുകൊണ്ട് അടി മുന്നോട്ട് പോവാൻ പോലീസിനെ അനുവദിക്കില്ല. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം പേരിയയിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആളുകളെ അവിടെ സ്വീകരിച്ചിരുത്തിയത് ആരൊക്കെയാണ്? ജയിൽ ഉപദേശക സമിതി അംഗം, മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് എന്ന നിലയിൽ പോകുന്നത് ഞാനൊന്നും പറയുന്നില്ല. അവർ പോയിക്കോട്ടെ, കുഴപ്പമില്ല. അവർക്ക് വേണ്ടി ചെയ്ത കൊലപാതകം ആണല്ലോ, അവരുടെ പ്രതികളാണല്ലോ, അവർ നിർദ്ദേശിച്ചാണ് കൊലപാതകം ചെയ്തിട്ടുള്ളത്. പക്ഷേ ജയിൽ ഉപദേശക സമിതി എന്ന് പറയുമ്പോൾ ജയിലിൽ ഇത്തരം ക്രിമിനലുകളെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഏത് രീതിയിലുള്ള പരിരക്ഷ കൊടുക്കാതെ അവരെ അച്ചടക്കത്തോട് നിർത്തേണ്ട ആളാണ്. അവിടെ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കേണ്ട ആളാണ്. അങ്ങനെ ജയിൽ ഉപദേശ സമിതി എന്ന് പറഞ്ഞൊരു ഉപദേശ സമിതി അത് തന്നെ ആദ്യം പിരിച്ചുവിടണം. ആ ഉപദേശ സമിതി അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം. കാരണം ഉപദേശ സമിതിയിലുള്ള ആളുകളെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നോമിനി ആയിക്കോട്ടെ, പക്ഷെ പക്ക മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകന്മാർ, ദൈനംദിന പ്രവർത്തകന്മാർ, അങ്ങനെ അന്ധമായ മാർക്സിസ്റ്റ് മറ്റുള്ളവരോട് വിരോധം വെച്ച് നടക്കുന്ന ആളുകൾ, കൊടിയ ക്രിമിനൽ മനസ്സുള്ള ആളുകൾ, അവരൊക്കെയാണ് ഉള്ളത്. അവിടെ നിന്ന് എന്ത് ജയിൽ ഉപദേശം അവർ കൊടുക്കാൻ പോകുന്നത്? എന്ത് ജയിൽ ഉപദേശം കൊടുക്കാൻ പോകുന്നത്? ഏത് പ്രതികളെ സംരക്ഷിക്കാനല്ലാതെ പ്രതികളെ എന്ത് അച്ചടക്കത്തോട് വളർത്താനാണ്? നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ പ്രതികൾക്ക് ഒരു മനസ്താപം വരുന്ന രീതിയിലേക്ക് അവരെ ഒരു പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഉപദേശമാണ് കൊടുക്കാൻ അതുകൊണ്ട് അവർക്ക് പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു രീതിയാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഉപദേശ സമിതി അംഗങ്ങൾ പോലും നിങ്ങൾ നാളെ വീണ്ടും ആവർത്തിക്കൂ, ഞങ്ങളുണ്ട് കൂടെ എന്നൊരു സന്ദേശം കൊടുക്കുന്നത്. അതുകൊണ്ട് ദിവ്യക്കടക്കമുള്ള ആളുകൾക്ക് ഈ ഞാൻ പറയുന്ന ആത്മഹത്യയാണോ കൊലപാതകമാണോ നിർബന്ധമായി സംശയമുണ്ട്. സംശയത്തിന് നിഴലിൽ തന്നെ ദിവ്യയുന്നും അതോ ദിവ്യക്ക് വേണ്ടി ചെയ്ത കുറെ ഉപജാപ സംഘമുണ്ട്, അതെല്ലാം പാർട്ടിയിലെ അംഗങ്ങളാ. ഞാൻ പറയും, ഗോവിന്ദൻ മാഷയുടെ മക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കണം. ഏത് പോലീസിനെ കൊണ്ടാ പരിശോധിക്കാൻ പറ്റുക? പോലീസ് എത്ര കേസുകൾ തേച്ചുമാറ്റി കളഞ്ഞിട്ടുണ്ട് കേരളത്തിലെ. കണ്ണൂർ ജില്ലയിലെ എത്ര കൊലപാതക കേസുകൾ തേച്ചുമാറ്റി കളയാൻ ഈ പോലീസ് എന്ന് പറയുന്ന ഈ കാറ്റ് ഉടുപ്പിട്ട കുറെ ചെന്നായ്ക്കള് ചെയ്ത ചെയ്തികൾ എന്തൊക്കെയുണ്ട്. അപ്പൊ അത്തരം ചെന്നായ്ക്കൾ ഈ സേനാംഗത്തിലുണ്ട്. നല്ലവരായ ആളുകളുണ്ട്.
അപ്പൊ അത്തരം ചെന്നായ്ക്കളായിട്ടുള്ള ആളുകൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂര മനോഭാവമുള്ള പോലീസുകാർ ഉണ്ട്, അവർക്ക് വിധേയരാകുന്നവർ. അവരെ കൊണ്ട് അന്വേഷിച്ചിട്ട് എന്ത് കണ്ടെത്താനാണ്? അതുകൊണ്ട് ഇതൊക്കെ കോടതി വിധി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നുവാണ്. കോടതി പോലും നിഷ്പക്ഷത കാണിക്കേണ്ട കോടതി പോലും എന്തിനാണ് ഇത്തരം ആളുകളെ സമീപിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രതികളെ സംരക്ഷിക്കാൻ എന്തിനു വേണ്ടി എന്ന് പോലും മനസ്താപം വരികയാണ് ഞങ്ങൾക്കൊക്കെ.